വെൽക്കം ടു ക്ലാസിക് കേരള PSC. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് PSC 2024 ഏറ്റവും റീസെൻ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഇനി നടക്കാൻ പോണ LDC എക്സാമിനും അതുപോലെ LGS എക്സാമിനും ഈ ചോദ്യ പാറ്റേൺ ഷുവറായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 80% മുകളിൽ മാർക്കും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ക്ലാസ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിളായ ചോദ്യമാണ്, PSC സ്ഥിരം ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1950 ജനുവരി 26 എന്നാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് എന്നാണ്. 1949 നവംബർ 26. അപ്പോൾ നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനവും അതുപോലെ ഇന്ത്യയിൽ നിയമദിനം എന്നു ചോദിച്ചാലും നവംബർ 26. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. അപ്പോൾ നമ്മൾ പഠിച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഈ ഡേറ്റ് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കണം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്, അതും ഈ ഡേറ്റ് തന്നെയാണ്. പിന്നെ ഈ ഡേറ്റിൽ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര നിലവിൽ വരുന്നത് എന്നാണ്. 1950 ജനുവരി 26. ഈ ഒരു ഡേറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ദിവസം ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് 1950 ജനുവരി 25 കിട്ടും. ഈ ജനുവരി 25 ഇന്ത്യയിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1950 ജനുവരി 25. അതുപോലെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. അപ്പോൾ നമ്മൾ 3 ദിവസങ്ങൾ പഠിച്ച്. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേയും നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനവും അതുപോലെ നിയമദിനവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് 1950 ജനുവരി 25 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ ഒരു ഡേറ്റിൽ നിന്ന് വീണ്ടും ബാക്കിലോട്ട് പോകുമ്പം നമുക്ക് 1950 ജനുവരി 24 കിട്ടും. ഈ ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് എന്നാണ്. 1950 ജനുവരി 24 ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്ക്. അപ്പോൾ നമ്മൾ 1950 ജനുവരി 26 രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, അതുപോലെ 1950 ജനുവരി 25 ഒരു കാര്യം പറഞ്ഞ്, 1950 ജനുവരി 24 രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. 1950 ജനുവരി 28 ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്നാണ്. 1950 ജനുവരി 28. അപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 86 ഭേദഗതി 2002. ഏതാണ് 86 ഭേദഗതി 2002? അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 21A. ഏതാണ്? 21Aയിലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നേക്കുന്ന ഭേദഗതികളെല്ലാം പെട്ടെന്നൊന്ന് നോക്കാം. 44 ഭേദഗതി 1978. ഈ 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നത്. 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശമല്ലാതെ ഒരു നിയമാവകാശമാകുന്നത് 44 ഭേദഗതിയിലൂടെയാണ്.
അടുത്തത് 42-ാം ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാമത്തെ ഭേദഗതി. എങ്ങനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? അതുപോലെ 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. ഏതാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്? 42-ാം ഭേദഗതിയിലൂടെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുന്നതും 42-ാം ഭേദഗതിയിലൂടെയാണ്. ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42-ാം ഭേദഗതിയിലൂടെയാണ്. ഈ കാര്യവും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. അടുത്ത അമെൻമെൻറ്റ് നോക്കാം. 61-ാം ഭേദഗതി 1989. 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വോട്ടിംഗ് പ്രായം 21ആയിരുന്നു. 21-ൽ നിന്ന് ഇപ്പോഴുള്ള 18ലേക്ക് ആക്കുന്നത് 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ കാര്യം ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഈ ചോദ്യം PSC സ്ഥിരം ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി ഭാഗം 4A ആണ്. ഏതാണ്? ഭാഗം 4Aയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവരുന്നത് എന്നാണ് 42-ാം ഭേദഗതിയിലൂടെയാണ്. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ 22 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 22 പാർട്ടുകൾ. നിലവിൽ 25 പാർട്ടുകളാണ് ഉള്ളത്. എത്രയാണ്? 25 പാർട്ടുകൾ. ഇത് സ്ഥിരം PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കി വച്ചേക്കാം. ഭാഗം 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി. ഏതാണ്? ഭാഗം 1 പ്രതിപാദിക്കുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി. അതുപോലെ പാർട്ട് 2 പ്രതിപാദിക്കുന്നത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം. ഏതാണ്? പാർട്ട് 2 സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം. ഇതൊക്കെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ പാർട്ട് 3 എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളാണ് പാർട്ട് 3-ൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ പാർട്ട് 4-ൽ പ്രതിപാദിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ. ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് പാർട്ട് 4-ൽ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി പഠിച്ചു വെച്ചോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പാർട്ട് 4A. പാർട്ട് 4A ഏതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഏതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ. അപ്പോൾ നമ്മൾ പഠിച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 പാർട്ടും നിലവിൽ 25 പാർട്ടെന്നും. ഇതുപോലെ തന്നെ PSC ചോദിക്കും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നെന്ന്. എത്രയാണ്? 395 ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എത്രയാണ്? 395. അതുപോലെ നിലവിൽ എത്രയുണ്ട്? നിലവിൽ 470-ന് മുകളിൽ അനുച്ഛേദങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395-ഉം നിലവിൽ 470-ന് മുകളിൽ അനുച്ഛേദങ്ങളുമുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂളും നിലവിൽ 12 ഷെഡ്യൂളുമാണ് ഉള്ളത്. എത്രയാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂളും നിലവിൽ 12 ഷെഡ്യൂളും. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒരു നിയമാവകാശമാക്കി മാറ്റിയത് 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലാണ് എന്നാണ്. 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ ഒരു നിയമാവകാശമാക്കി മാറ്റുന്നത്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഈ സമയത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ആരാണ്? മൊറാർജി ദേശായിയാണ് ഈ സമയത്തെ പ്രധാനമന്ത്രിയും. അതുപോലെ ഈ അമെൻമെൻറ്റിൽ ഒപ്പിടുന്ന പ്രസിഡൻ്റാണ്
നീലം സഞ്ജീവ റെഡ്ഡി. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പിടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്ക്. PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിരുന്നത് 7 മൗലിക അവകാശങ്ങളാണ്. എത്രയാണ്? 7 മൗലിക അവകാശങ്ങളും. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യ അല്ലെങ്കിൽ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന്. അപ്പോൾ ഇത് തമ്മിൽ തിരിഞ്ഞു പോവലും. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ A ബ്രിട്ടനാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയെന്ന്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എത്ര ദിവസമെടുത്തെന്ന്. എത്ര ദിവസമാണെന്നറിയാവോ? 2 വർഷം 11 മാസം 18 ദിവസം. എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. PSC ചില ആൻസർ കീയിൽ 18 ദിവസം എന്നുള്ളത് 17 ദിവസവും തരാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ കാണത്തോളൂ. അത് നോക്കി കറുപ്പിച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ D ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ആൻസർ വരുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് PSC ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചതാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. എത്രാമത്തെയാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതുപോലെ DY എന്നുള്ളതിൻ്റെ ഫുൾ ഫോമും PSC ചോദിച്ചിട്ടുണ്ട്. DY എന്ന് പറയുന്നത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. എങ്ങനെയാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇതിൻ്റെ കൂടെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും കൂടി നോക്കി വെച്ചോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. അതുപോലെ എത്രാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്നറിയാവോ? 38ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പോൾ PSC ഇതൊക്കെ സ്ഥിരം ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചേക്ക്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ B ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ആരാണ്? ഓം ബിർള. എത്രാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള? 17ാം ലോക്സഭയുടെ സ്പീക്കറാണ് ഓം ബിർള. എത്രാമത്തെയാണ്? 17ാം ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. അതുപോലെ നിലവിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് 18ാം ലോക്സഭയാണ്. എത്രാമത്തെയാണ്? 18ാം ലോക്സഭാ ഇലക്ഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കേരള നിയമസഭാ സ്പീക്കറെ കൂടി നോക്കി വെച്ചോ. കേരള നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. ആരാണ്? AN ഷംസീറാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. അപ്പോൾ ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ടോപ്പിക്ക് വൈസ് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്തിരുന്നിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.